നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് അതായത് ഇടപാടുകൾ രേഖപ്പെടുത്തൽ 1 എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം ഈ ചാപ്റ്റർ എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ എന്താണ് ട്രാൻസാക്ഷൻസ്, അതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കും. ശേഷം അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ പഠിക്കും. പിന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ, എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജർ, ഇങ്ങനെ 6 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശരി, അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ ഈ ചാപ്റ്ററിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ ഇത് അക്കൗണ്ടൻസിയുടെ ഒരു ഫൗണ്ടേഷനാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ പോലെ. ഇത് സ്ട്രോങ് അല്ലെങ്കിൽ മുകളിലോട്ടുള്ളതൊന്നും ശരിയാവില്ല. ഇത് ക്ലിയറായി പഠിച്ചാൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നത് മാത്രമല്ല, വരുന്ന ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസിയായി തോന്നും. അപ്പോൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ കണ്ടാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിളായി പറയാൻ പറ്റും. അക്കൗണ്ടിങ്ങിൽ ആ മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഡെബിറ്റ് ക്രെഡിറ്റ് റൂൾസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കും. ജേണലിൽ എങ്ങനെ എൻട്രി ഇടാനും ലെഡ്ജർ എന്തിനാണെന്നും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അക്കൗണ്ടിംഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എല്ലാത്തിൻ്റെയും തുടക്കം ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ തിരിച്ചറിയുന്നതിലാണ്. പക്ഷേ ഒരു ട്രാൻസാക്ഷൻ നടന്നുവെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ, അതിനൊരു പ്രൂഫ്, ഒരു തെളിവ് വേണം. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? വളരെ സിമ്പിളാണ്. രണ്ടാൾക്കാർ തമ്മിൽ പണത്തിൻ്റെ മൂല്യമുള്ള എന്തെങ്കിലും ഒന്ന് കൈമാറുന്നു. എപ്പോഴും ഓർക്കുക, ഇതിന് 2 വശങ്ങളുണ്ടാവും. ഒരു ഗിവ്, ഒരു ടേക്ക്, അതായത് ഒരു കൊടുക്കലും വാങ്ങലും. ഒരു ഉദാഹരണം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊരു കടയിൽ പോയി കമ്പ്യൂട്ടർ വാങ്ങുന്നു. അപ്പോൾ നമ്മൾ പണം അങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ, അത് ഗിവ്. പകരം നമുക്ക് കമ്പ്യൂട്ടർ ഇങ്ങോട്ട് കിട്ടുന്നു, അത് ടേക്ക്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ നടന്നു എന്നതിന് ഒരു തെളിവ് വേണ്ടേ? തീർച്ചയായും വേണം. ആ തെളിവിനെയാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ബില്ലില്ലേ, അതൊരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്. അതുപോലെ ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, സെയിൽസ് ബിൽ, ചെക്ക്, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഈ ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ കാര്യങ്ങൾ എഴുതുന്നത്. ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഇതിനെ അക്കൗണ്ടിങ്ങിന്റെ ഗോൾഡൻ റൂൾ എന്ന് തന്നെ പറയാം. അതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഇതെപ്പോഴും ബാലൻസായി നിൽക്കുന്ന ഒരു സീസോ പോലെയാണെന്ന് ഓർത്താൽ മതി. ഒരിക്കലും അതിന്റെ ബാലൻസ് തെറ്റില്ല. ഇതാണ് ആ ഇക്വേഷൻ. സ്ക്രീനിൽ നോക്കൂ. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ്സിന്റെ മൊത്തം ആസ്തികൾ അതിന്റെ ബാധ്യതകളും മൂലധനവും കൂട്ടിയാൽ കിട്ടുന്ന തുകയ്ക്ക് എപ്പോഴും തുല്യമായിരിക്കും. ഇതോർത്തു വെച്ചോളൂ. ഈ ഇക്വേഷൻ അക്കൗണ്ടിങ്ങിൽ ഒരിക്കലും ഒരൊറ്റ തവണ പോലും തെറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷനിലെ ഓരോ വാക്കും നമുക്ക് നോക്കാം. ആദ്യം അസറ്റ്സ്, അതായത് ആസ്തികൾ. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ ബിസിനസ്സിന്റെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ. അതായത് ബിസിനസ്സിന്റെ സ്വന്തമായുള്ള എന്തും ഭാവിയിൽ പണം തരുന്ന എന്തിനേയും നമുക്ക് അസറ്റ് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് കയ്യിലുള്ള കാശ്, ബാങ്കിലെ പൈസ, കടയിലെ ഫർണിച്ചർ, വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ബിസിനസ്സിന്റെ ആസ്തികളാണ്. അടുത്തത് ലയബിലിറ്റീസ്, അതായത് ബാധ്യതകൾ. ഇതെന്താ? ഇത് അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണം, അതായത് കടം. ബിസിനസ്സിന്റെ ആസ്തികളിൽ പുറത്തുനിന്നുള്ളവർക്കുള്ള അവകാശമാണിത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് തിരിച്ചു കൊടുക്കണമല്ലോ, അതൊരു ബാധ്യതയാണ്. അതുപോലെ സാധനങ്ങൾ കടം വാങ്ങിയാൽ സപ്ലയർക്ക് പണം കൊടുക്കാനുണ്ടാകും, അതും ഒരു ബാധ്യതയാണ്. അവസാനമായി ക്യാപിറ്റൽ, അതായത് മൂലധനം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് കൊടുക്കാനുള്ള പണമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് അതിന്റെ സ്വന്തം ഉടമയ്ക്ക് കൊടുക്കാനുള്ള പണമാണ്. കാരണം അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സും ഉടമയും രണ്ടാണ്. അപ്പോൾ ഉടമ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാണ് ക്യാപിറ്റൽ. ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉടമ ആദ്യം ഇടുന്ന കാശില്ലേ, അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ച ആ ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതെങ്ങനെയാണ് എപ്പോഴും ശരിയായി വരുന്നതെന്ന് നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. സ്ക്രീനിലേക്ക് നോക്കൂ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ, രോഹിത് 5 ലക്ഷം രൂപ വെച്ച് ബിസിനസ് തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ബിസിനസ്സിലേക്ക് 5 ലക്ഷം രൂപ കാശ് വന്നു അല്ലേ? കാശ് ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ 5 ലക്ഷം കൂടി. അതേസമയം ഈ പണം കൊണ്ടുവന്നത് ഉടമയാണ്, അപ്പോൾ അത് ക്യാപിറ്റലാണ്. അപ്പോൾ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡിലും 5 ലക്ഷം വന്നു. കണ്ടോ, 2 സൈഡും ഈക്വലായി. ഇനി രണ്ടാമത്തത് നോക്കൂ. ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ ബിസിനസ്സിന്റെ ഒരു പുതിയ അസറ്റാണ്. പക്ഷേ അത് വാങ്ങാൻ ബാങ്കിലെ പണം കുറഞ്ഞു. ബാങ്കിലെ പണവും ഒരു അസറ്റാണ്. അപ്പോൾ എന്താ സംഭവിച്ചു? ഒരു അസറ്റ് കൂടി, വേറൊരു അസറ്റ് കുറഞ്ഞു. അസറ്റ് സൈഡിലെ ടോട്ടൽ തുകയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ ഇക്വേഷൻ എപ്പോഴും ബാലൻസ്ഡ് ആണ്. ഇതുപോലെ ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ആസ്തികളുടെ ടോട്ടൽ എപ്പോഴും ലയബിലിറ്റീസിന്റെയും ക്യാപിറ്റലിന്റെയും ടോട്ടലിന് ഈക്വൽ ആയിരിക്കും. ശരി, അപ്പോൾ ആ ഇക്വേഷൻ എപ്പോഴും ബാലൻസ് ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി.
ഇനി ഈ കൂടുന്നതും കുറയുന്നതും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ബുക്കിൽ എഴുതി വെക്കുക? അതിന് അക്കൗണ്ടന്റുമാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഭാഷയുണ്ട്. അതാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഈ വാക്കുകൾ കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് വളരെ സിമ്പിളായ രണ്ട് ആശയങ്ങളാണ്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു അക്കൗണ്ടിന് രണ്ട് സൈഡുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ടി പോലെ. അതിൻ്റെ ഇടതുവശത്തെ നമ്മൾ ഡെബിറ്റ് അല്ലെങ്കിൽ DR എന്ന് വിളിക്കും. വലതുവശത്തെ ക്രെഡിറ്റ് അല്ലെങ്കിൽ CR എന്നും വിളിക്കും. ഇത്രയുള്ളൂ എൻ്റെ ബേസിക് അർത്ഥം. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അതിന് രണ്ട് ഗോൾഡൻ റൂൾസ് ഉണ്ട്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാലും തരക്കേടില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ നമ്പർ 1, ആസറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ്, അതായത് ആസ്തികളോ ചെലവുകളോ കൂടുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. അത് കുറയുമ്പോഴോ ക്രെഡിറ്റ് ചെയ്യണം. ഇനി റൂൾ നമ്പർ 2, ഇത് നേരെ ഓപ്പോസിറ്റാണ്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ അല്ലെങ്കിൽ റവന്യൂസ്, അതായത് ബാധ്യത, മൂലധനം, വരുമാനം, ഇവയെല്ലാം കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്, കുറയുമ്പോൾ ഡെബിറ്റും. ഒന്ന് പഠിച്ചാൽ മറ്റേതതിന് നേരെ ഓപ്പോസിറ്റാണെന്ന് ഓർത്താൽ മതി. ഇനി എല്ലാവർക്കും സാധാരണയായി പറ്റുന്ന ഒരു തെറ്റ് ഞാൻ പറയാം. പലരും വിചാരിക്കും ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുന്നതും ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കുറയുന്നതുമാണെന്ന്. അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിക്കോളൂ, അത് തെറ്റാണ്. ശരിക്കും ഏത് തരം അക്കൗണ്ടാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഓർക്കുന്നില്ലേ, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റാണ്, പക്ഷേ ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റാണ്. അപ്പോൾ അക്കൗണ്ടിൻ്റെ സ്വഭാവം നോക്കിയിട്ടേ ഡെബിറ്റാണോ ക്രെഡിറ്റാണോ എന്ന് തീരുമാനിക്കാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ റൂൾസൊക്കെ പഠിച്ചു. ഇനി ഇത് എവിടെയാണ് എഴുതേണ്ടത്? ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അത് ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. ഒരു ബിസിനസ്സിൻ്റെ ഡയറി പോലെയാണത്. ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അതേ ഓർഡറിൽ തീയതി വെച്ച് എഴുതി വയ്ക്കുന്ന ഒരു ഡയറി. ജേണലിൽ ഒരു എൻട്രി എഴുതുന്ന പ്രോസസ്സിനെയാണ് ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ഇതിന് വെറും 5 സ്റ്റെപ്പുകളേ ഉള്ളൂ. നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1, ഒരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അതിൽ ഏതൊക്കെ 2 അക്കൗണ്ടുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2, ഈ 2 അക്കൗണ്ടും ഏത് ടൈപ്പാണെന്ന് തീരുമാനിക്കുക. സ്റ്റെപ്പ് 3, നമ്മൾ നേരത്തെ പഠിച്ച ഗോൾഡൻ റൂൾസ് ഉപയോഗിച്ച് ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. സ്റ്റെപ്പ് 4, ഇനി എഴുതാം. ആദ്യം ഡെബിറ്റ് എൻട്രി എഴുതുക, താഴെയായി ക്രെഡിറ്റ് എൻട്രിയും. സ്റ്റെപ്പ് 5, ലാസ്റ്റ് സ്റ്റെപ്പ്, ഇതിൻ്റെ താഴെ ഒരു ബ്രാക്കറ്റിൽ ഈ ട്രാൻസാക്ഷൻ എന്തായിരുന്നു എന്നതിൻ്റെ ഒരു ചെറിയ വിവരണം കൊടുക്കുക. അതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജേണൽ ഒരു ഡയറി പോലെയാണ് നമ്മൾ പറഞ്ഞു. ഇനി ലെഡ്ജർ എന്താണെന്ന് വെച്ചാൽ ഈ ഡയറിയിലെ വിവരങ്ങളെല്ലാം തരംതിരിച്ചു വയ്ക്കുന്ന ഒരു സമ്മറി ബുക്കാണ്. ഉദാഹരണത്തിന് ജേണലിൽ കാശുമായി ബന്ധപ്പെട്ട എല്ലാ എൻട്രികളും എടുത്ത് ക്യാഷ് അക്കൗണ്ട് എന്ന ഒരൊറ്റ പേജിലേക്ക് മാറ്റുന്നു. ഫർണിച്ചറുമായി ബന്ധപ്പെട്ടതെല്ലാം ഫർണിച്ചർ അക്കൗണ്ട് എന്ന പേജിലേക്ക്. ഒരു പുസ്തകത്തിൽ നമ്മൾ വിഷയങ്ങൾ ഓരോ ചാപ്റ്ററാക്കി തിരിക്കുന്നത് പോലെ. അപ്പോൾ ജേണലും ലെഡ്ജറും തമ്മിൽ മാറിപ്പോകരുത്. എന്തൊക്കെയാണ് പ്രധാന വ്യത്യാസങ്ങൾ? ഒന്നാമത്തത്, ജേണലാണ് നമ്മുടെ ഫസ്റ്റ് ബുക്ക്. അവിടെ നിന്നാണ് നമ്മൾ ലെഡ്ജറിലേക്ക് മാറ്റുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, ജേണലിൽ നമ്മൾ ഡേറ്റ് അനുസരിച്ചാണ് എല്ലാം എഴുതുന്നത്. എന്നാൽ ലെഡ്ജറിലോ ഓരോ അക്കൗണ്ടും തരം തിരിച്ചാണ് എഴുതുന്നത്. പിന്നെ ജേണലിൽ എഴുതുന്ന പ്രോസസ്സിനെ നമ്മൾ ജേണലൈസിംഗ് എന്ന് പറയും. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെ പോസ്റ്റിംഗ് എന്നും പറയും. ശരി, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇതാണിതിൻ്റെ സമ്മറി. 1, നമ്മുടെ മാന്ത്രിക സമവാക്യം അസറ്റ്സ് ഈക്വൽസ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. 2, ഒന്നാമത്തെ റൂള് അസറ്റോ എക്സ്പെൻസോ കൂട്ടണമെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. 3, രണ്ടാമത്തെ റൂള് ലയബിലിറ്റിയോ ക്യാപിറ്റലോ റവന്യൂവോ കൂട്ടണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. 4, ജേണൽ നമ്മുടെ ഒന്നാമത്തെ ബുക്കാണ്. 5, ലെഡ്ജർ നമ്മുടെ പ്രധാന ബുക്കാണ്. ഈ പോയിന്റുകൾ മറന്നു പോകരുത്. വേണമെങ്കിൽ ഈ സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, റിവിഷൻ സമയത്ത് ഉപകാരപ്പെടും. പരീക്ഷയ്ക്കിനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ടെൻഷനൊന്നും വേണ്ട. ഈ ചാപ്റ്റർ പഠിക്കാൻ ഞാനൊരു സിമ്പിൾ പ്ലാൻ തരാം. ആദ്യത്തെ 2 ദിവസം ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് കോൺസെപ്റ്റുകൾ നല്ലപോലെ മനസ്സിലാക്കുക. അടുത്ത 2 ദിവസം ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് എടുത്ത് തനിയെ ചെയ്തു നോക്കുക. 5ഉം 6ഉം ദിവസം ചാപ്റ്റർ ഒന്നുകൂടി വായിക്കുക, പ്രത്യേകിച്ച് ഡെഫിനിഷനുകളൊക്കെ. അവസാന ദിവസം നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ആ സമ്മറി സ്ലൈഡ് വെച്ച് എല്ലാം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഈ ചാപ്റ്റർ സെറ്റാവും. അപ്പോൾ നിങ്ങളിപ്പോൾ വെറുമൊരു സ്റ്റുഡൻറ്റ് മാത്രമല്ല, അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷ മനസ്സിലാക്കിയ ഒരാളാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു പുതിയ സ്കില്ലാണ്. ഈ അറിവ് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാം, നല്ല മാർക്ക് വാങ്ങാം. ഇനി ഒരു കടയുടെ കണക്കുകൾ കാണുമ്പോൾ അതിലെ ഡെബിറ്റും ക്രെഡിറ്റും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലേ? അപ്പോൾ ഈ പുതിയ അറിവ് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ ലോകത്തെ കാണാൻ പോകുന്നത്? നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.